പാർട്ടിയെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അവരുടെ കുടുംബഭരണം കൊണ്ടാണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അതിനെ നമ്മൾ നെപ്പോട്ടിസം എന്ന് വിളിക്കും, അല്ലേ? സിനിമയിലൊക്കെ നമ്മളത് ഒരുപാട് കാണാറുണ്ട്. ബോളിവുഡിൽ നെപ്പോ കിഡുകളുടെ അഴിഞ്ഞാട്ടമാണ്. അതിന്റെ ഭവിഷ്യത്ത് എന്താ? കഴിവുള്ള പലർക്കും അവസരം എന്നില്ലാതാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ, അങ്ങ് സുപ്രീം കോടതിയിൽ പോലും നെപ്പോട്ടിസം അഥവാ സ്വജനപക്ഷപാതം ഉണ്ടെന്ന സത്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം? അതെ, നിങ്ങൾ കേട്ടത് തെറ്റിയതല്ല. നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ജുഡീഷ്യറി പദവി ഇത്തരത്തിൽ തലമുറകളായി കൈമാറി വരുന്നവ തന്നെയാണ്. ആ സത്യം സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. പൊതുവെ സിനിമാ മേഖലയിലും അതിനു പുറമെ രാഷ്ട്രീയ മേഖലയിലുമാണ് നമ്മൾ നെപ്പോട്ടിസം എന്നത് കേട്ട് തഴമ്പിച്ചത് എങ്കിലും അതിലും അപ്പുറമാണ് അതിന്റെ ഭീകരത. അതായത് ഒരു നടന്റെ അല്ലെങ്കിൽ നടിയുടെ മക്കൾ അടുത്ത തലമുറയിലെ നടനോ നടികളോ ആവുകയും ഒരു രാഷ്ട്രീയക്കാരന്റെ അടുത്ത തലമുറ മുഴുവനും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതി. അതാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ നെപ്പോട്ടിസം എന്നത്. ഇതിനുള്ള ഉദാഹരണങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാൽ സ്വജനപക്ഷപാതം എന്ന പദം ഈ പ്രത്യേക മേഖലകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചില പ്രമുഖർ ഉന്നയിച്ച സംഭവങ്ങൾ തന്നെ നമുക്ക് എടുത്തു നോക്കാം. ജുഡീഷ്യറി മേഖലയിലും ഇത് വളരെ പരിചിതമാണ്. ന്യായാധിപന്മാരുടെ ഒരു കുടുംബത്തിൽ ഉൾപ്പെട്ട ഒരാൾ എന്നത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ചട്ടത്തിലെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിലൊന്ന്. സത്യം പറഞ്ഞാൽ സ്വജനപക്ഷപാതവും ജാതീയതയുമാണ് പ്രബലമായ മാനദണ്ഡം. ഇത് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, മറ്റാരുമല്ല, അലഹാബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രംഗനാഥ് പാണ്ഡെ തന്നെയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. കൂടാതെ 76ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വജനപക്ഷപാതത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പക്ഷെ അതിൽ ജുഡീഷ്യറി എന്ന പദം അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. ആളുകൾ പലപ്പോഴും അദ്ദേഹം രാഷ്ട്രീയ മേഖലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കരുതുന്നു. അത് ശരിയല്ല. നിർഭാഗ്യവശാൽ രാഷ്ട്രീയ രംഗത്തെ ആ തിന്മ ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിലും സ്വജനപക്ഷപാതത്തെ വളർത്തിയെടുത്തിരിക്കുന്നു എന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സ്വജനപക്ഷപാതം അഥവാ നെപ്പോട്ടിസം നമ്മുടെ പല സ്ഥാപനങ്ങളെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാരണത്താൽ എന്റെ രാജ്യത്തിന്റെ കഴിവുകൾ തന്നെയാണ് കഷ്ടപ്പെടുന്നത്, എന്റെ രാജ്യത്തിന്റെ ശക്തി കഷ്ടപ്പെടുന്നു. സ്വജനപക്ഷപാതം കാരണം അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളവർക്ക് അത് നഷ്ടമാകുന്നു. ഇതും അഴിമതിക്ക് കാരണമാകുന്നു. അതിനാൽ അവർക്ക് ജോലി ലഭിക്കുന്നതിന് പിന്തുണയ്ക്കാൻ ബന്ധുക്കൾ ആരുമില്ല. അവർ ഈ മേഖലയിൽ അവരുടെ ഇടം വാങ്ങാനായി ഇഷ്ടപ്പെടുന്നുണ്ട്. കൂടാതെ മുൻ നിയമമന്ത്രി കിരൺ റിജിജു തന്റെ ഭരണകാലത്ത് കേസുകളും ജുഡീഷ്യൽ ഒഴിവുകളും ഉയർന്ന് കെട്ടിക്കിടക്കുന്നതിന് കൊളീജിയം സംവിധാനത്തെ പലതവണ കുറ്റപ്പെടുത്തിയിരുന്നു. കേസുകൾ കെട്ടിക്കിടക്കുന്നത് കുറയ്ക്കാൻ സർക്കാർ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ജഡ്ജിമാരുടെ ഒഴിവുകൾ നികത്തുന്നതിൽ സർക്കാരിന് പരിമിതമായ പങ്ക് മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. കൊളീജിയം പേരുകൾ തിരഞ്ഞെടുക്കുന്നു, അതല്ലാതെ ജഡ്ജിമാരെ നിയമിക്കാൻ സർക്കാരിന് അവകാശമില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124(2), 217(1) എന്നിവയിൽ യഥാക്രമം സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലേക്കുള്ള ജഡ്ജിമാരുടെ നിയമനം നിർബന്ധമാക്കിയിട്ടുണ്ട്. ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നിക്ഷിപ്തമാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായി കൂടി ആലോചിച്ച് CJI ഇത് ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടി ആലോചിച്ച് ഹൈക്കോടതി നിയമനങ്ങൾക്കായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ തിരഞ്ഞെടുക്കുന്നു. പല വിവരങ്ങളും റിപ്പോർട്ടുകളും അനുസരിച്ച് നിലവിലുള്ള ജഡ്ജിമാരിൽ 38% പേർക്കും ജുഡീഷ്യറിയിലും സർക്കാരിലും ആഴത്തിലുള്ള കുടുംബ ബന്ധങ്ങളുണ്ട്. അതായത് 32 ജഡ്ജിമാരിൽ 12 പേരെ എടുത്തു നോക്കിയാൽ ആ 12 പേരും മുൻ ജഡ്ജിയുമായോ രാഷ്ട്രീയ നേതാവുമായോ ബന്ധപ്പെട്ടവരാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ മാത്രമല്ല, ഹൈക്കോടതി ജഡ്ജിമാരുടെ വിവരങ്ങളും സ്വജനപക്ഷപാതം സംബന്ധിച്ച സംശയങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കൊളീജിയം സംവിധാനത്തിന്റെ സാഹചര്യം നോക്കുമ്പോൾ ജുഡീഷ്യറിയിൽ മെറിറ്റുള്ളവരെ മാത്രമല്ല, ഒരുപക്ഷെ കുടുംബ ബന്ധമുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുകയും മുന്നേറുകയും ചെയ്യുന്നത് കൊളീജിയം സമ്പ്രദായമാണെന്ന് ഒരാൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. 2013 പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ കൊളീജിയം അന്നത്തെ ചീഫ് ജസ്റ്റിസ്, ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയാണ് AK സിക്രി, ജസ്റ്റിസുമാരായ ജസ്ബീർ സിംഗ്, SK മിത്തൽ എന്നിവരടങ്ങുന്ന 8 അഭിഭാഷകരുടെ പേരുകൾ ഹൈക്കോടതിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനായി ശുപാർശ ചെയ്തിരുന്നു. മനീഷ ഗാന്ധി ഇന്ത്യയിലെ മുൻ ചീഫ് ജസ്റ്റിസ് AS ആനന്ദിന്റെ മകളാണ്. ഗിരീഷ്
അഗ്നിഹോത്രി മുൻ ജസ്റ്റിസ് AM അഗ്നിഹോത്രിയുടെ മകനാണ്. അതുപോലെ വിനോദ് ഖായ്, BS റാണ, ജസ്റ്റിസ് AK മിത്തലിന്റെ മുൻ ജൂനിയർമാരാണ്. ഗുർമീന്ദർ സിംഗ്, രാജ്കരൺ എന്നിവരായിരുന്നു സ്ഥാനക്കയറ്റത്തിന് ശുപാർശ ചെയ്ത അഭിഭാഷകർ. സിംഗ് ബ്രാർ, ജസ്റ്റിസ് ജസ്ബീർ സിംഗിന്റെ മുൻ ജൂനിയർമാർ. അരുൺ പള്ളി, മുൻ ജസ്റ്റിസ് PK പള്ളിയുടെ മകൻ. HS സിദ്ധു, പഞ്ചാബിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ. കൊളീജിയം ഈ പേരുകൾ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ 1000-ഓളം അഭിഭാഷകരാണ് അതിനെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയെ സമീപിച്ചത്. പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് ഒപ്പിട്ട മെമ്മറാണ്ടവും അവർ അയച്ചിരുന്നു. മെമ്മറാണ്ടം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതായത്, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും സമഗ്രതയും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ കൊളീജിയം അപകടത്തിലാക്കി. ജഡ്ജിമാരായി ഉയർത്താനുള്ള അഭിഭാഷകരുടെ പേരുകൾ ശുപാർശ ചെയ്യുന്നു. ഇത്തരം പേരുകൾ ശുപാർശ ചെയ്യാനുള്ള കാരണം കൊളീജിയത്തിന്റെ തീരുമാനത്തെ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയർത്തുന്നു. അത് സ്ഥാനാർത്ഥികളുടെ യോഗ്യതയ്ക്കും സത്യസന്ധതയ്ക്കും പകരം പരിഗണനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് തോന്നുന്നത്. പേരുകൾ ശുപാർശ ചെയ്യുന്നത് ഇപ്പോൾ പരിശീലനത്തിന്റെയും സൗകര്യത്തിന്റെയും വിഷയമായി മാറിയിരിക്കുന്നു. മുൻ ജഡ്ജിമാരുടെയും ചീഫ് ജസ്റ്റിസുമാരുടെയും പുത്രന്മാരും പെൺമക്കളും ബന്ധുക്കളും ജൂനിയർമാരുമായ അഭിഭാഷകരുടേത് മാത്രമാണ്. മുൻ CJI AS ആനന്ദിന്റെ മകളാണെന്നതാണ് മനീഷ ഗാന്ധിയുടെ കാര്യത്തിൽ എന്ന പോലെ തിരഞ്ഞെടുപ്പിലെ ഗുരുതരമായ പോരായ്മകളും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. 2012 36 കേസുകളിൽ മാത്രമേ അവർ ഹാജരായിട്ടുള്ളൂ എന്ന് മെമ്മറാണ്ടം എടുത്തു കാണിക്കുന്നുണ്ട്. അവരിൽ 2 എണ്ണം CRM അഥവാ ക്രിമിനൽ വിവിധ ഹർജികൾ, 8 CWP സിവിൽ ഡെറ്റ് ഹർജികൾ, 26 എണ്ണം കമ്പനി അപ്പീലുകൾ എന്നിവയാണ്. മെമ്മറാണ്ടം കൂട്ടിച്ചേർത്തു. 2013 7 കമ്പനി അപ്പീലുകളിൽ മാത്രമാണ് അവർ ഹാജരായത്. അടുത്തിടെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി അവർ നിയമിക്കപ്പെട്ടിരുന്നു. അതിനാൽ കൊളീജിയത്തിന് അവരെ സ്ഥാനക്കയറ്റത്തിനായി പരിഗണിക്കാം. കൂടാതെ ജസ്റ്റിസ് മിത്തൽ ഹൈക്കോടതി കൊളീജിയത്തിന്റെ ഭാഗമായിരുന്നു എന്നതും അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുള്ള അഭിഭാഷകരെ ഇപ്പോഴും ശുപാർശ ചെയ്യുന്നതും ഗുരുതരമായ താൽപര്യ വൈരുദ്ധ്യവും ഔചിത്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടുന്നു. ആയിരക്കണക്കിന് അഭിഭാഷകരുടെ രോഷത്തിന് ശേഷം പള്ളിയുടെയും സിദ്ധുവിന്റെയും പേരുകൾ പുനഃപരിശോധിക്കാൻ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ട് 8 ശുപാർശകളിൽ 6 എണ്ണം സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. എന്തായാലും ചുരുക്കം ചില ഇത്തരത്തിൽ നെപ്പോട്ടിസത്തിലൂടെ കയറി വന്ന ജഡ്ജിമാരുടെ വിവരങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ സ്ക്രീൻഷോട്ടിൽ കാണിച്ചിട്ടുള്ളവരെല്ലാം തന്നെ ഇത്തരത്തിൽ വന്നവരാണ്. ശരിക്കും നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ബോളിവുഡിലെയും രാഷ്ട്രീയത്തിലെയും സ്വജനപക്ഷപാതത്തെ കുറിച്ച് മാത്രമാണ്. പക്ഷേ ജുഡീഷ്യറിയിലെ സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷെ തീർച്ചയായും നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഒന്നാണ് ഈ ജുഡീഷ്യറി എന്നത്. ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ സുതാര്യത എന്തായാലും ഉണ്ടായിരിക്കണം, അതിൽ എന്തായാലും എതിർവാക്കില്ല. 2014 ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിയമം 2014 അഥവാ NJC പാസാക്കിയിരുന്നു. ഈ നിയമം അനുസരിച്ച് CJI 2 മുതിർന്ന ജഡ്ജിമാർ, നിയമമന്ത്രി, CJI പ്രധാനമന്ത്രി, നേതാവ് എന്നിവരുടെ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന 2 പ്രമുഖർ എന്നിവരടങ്ങുന്ന 6 അംഗ സംഘമായിരിക്കണം ഈ NJC എന്നത്. എന്നാൽ NJCയെ സുപ്രീം കോടതി അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്സിൽ വെല്ലുവിളിക്കുകയും ജുഡീഷ്യൽ പ്രാഥമികത ലംഘിക്കുന്നതിനും അതുവഴി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നതിനും NJC ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഭൂരിപക്ഷം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് ചെലിമേശ്വർ നൽകിയ ന്യൂനപക്ഷ അഭിപ്രായവും അത്യന്താപേക്ഷിതമാണ്. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയും അടിസ്ഥാന ഘടനയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ജുഡീഷ്യൽ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ചുരുക്കി പറഞ്ഞാൽ ജസ്റ്റിസ് AK സിക്രി അനൗപചാരികമായി പ്രസ്താവിച്ചതുപോലെ ഉന്നത ജുഡീഷ്യറിയിലേക്ക് ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിൽ നിന്ന് ഞങ്ങൾ വളരെ അകലെയാണ്. എന്നാൽ അങ്ങനെയാണോ അത് വേണ്ടത്? അത് നിങ്ങൾ തന്നെ പറയൂ. നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ സുതാര്യമാകേണ്ടേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.